ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏജ് ഓഫ് റിവൈവലാണ് നോക്കിയത്. ആ ഒരു പീരീഡിലെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ്, എമർജൻസ് ഓഫ് ഡ്രാമ, ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത്. പിന്നെ ഞാനതിൽ ടൈം ലൈൻ 1400 മുതൽ 1450 എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. 1400 മുതൽ 1550 എന്നാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പോയട്രി ആൻഡ് പ്രോസ് ഡ്യൂറിങ് ഏജ് ഓഫ് റിവൈവലാണ് നമ്മുടെ വിഷയം. അപ്പോൾ നമുക്ക് ആദ്യം പോയട്രി നോക്കാം. അപ്പം അന്നത്തെ മിക്കവാറും പോയട്രി ഇമിറ്റേഷൻസ് ആയിരുന്നു. ചോസറിൻ്റെ സ്റ്റൈൽ, സബ്ജക്റ്റ് മാറ്റർ എന്നിവയുടെയൊക്കെ ബ്ലൈൻഡ് ഇമിറ്റേഷൻസ് മാത്രമായിരുന്നു അന്നത്തെ പോയട്രി. അപ്പം ഈ ചോസറിനെ ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യുന്നതുകൊണ്ട് അന്നത്തെ പോയറ്റ്സ് ചോസറിയൻസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബ്ലൈൻഡ് ഇമിറ്റേഷൻസ് ആയതുകൊണ്ട് തന്നെ അന്നത്തെ വർക്കിനൊന്നും ഒരു ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നില്ല. ഇംഗ്ലണ്ടിലെ പോലെ തന്നെ സ്കോട്ട്ലൻഡിലും പോയട്രി വളരെയധികം ഫ്ലറിഷ് ചെയ്ത് തുടങ്ങിയിരുന്നു. അവിടെയും ചോസറിൻ്റെ ഇമിറ്റേഷൻസ് തന്നെയായിരുന്നു. പക്ഷേ ഇംഗ്ലീഷ് ചോസറിയൻസിനെ അപേക്ഷിച്ച് സ്കോട്ടിഷ് ചോസറിയൻസിൻ്റെ വർക്ക്സ് കുറച്ചുകൂടി ഒറിജിനലായിരുന്നു. ഇംഗ്ലീഷ് ചോസറിയൻസ് എന്നറിയപ്പെടുന്നവരാണ് തോമസ് ഒക്ലിവ്, ജോൺ ലിഡ്ഗേറ്റ്, ജോൺ സ്കെലിറ്റൺ, സ്റ്റീഫൻ ഹോസ്, അലക്സാണ്ടർ ബാർക്ലേ തുടങ്ങിയവർ. സ്കോട്ടിഷ് ചോസറിയൻസ് ആണ് ജെയിംസ് ഫസ്റ്റ്, വില്യം ഡൺബർ, ഗവിൻ ഡഗ്ലസ്, റോബർട്ട് ഹെൻറിസൺ, ഡേവിഡ് ലിൻസേ തുടങ്ങിയവർ. നെക്സ്റ്റ് മേജർ പോയറ്റ്സ് ആണ് സർ തോമസ് വ്യാട്ടൻ, ഹെൻറി ഹൊവാർഡ്. ഇറ്റലിയിൽ ഒരുപാട് യാത്ര നടത്തിയ ആളുകളാണ് വ്യാട്ടൻ സറേ. ഹെൻറി ഹൊവാർഡിനെ സറേ, ഏൾ ഓഫ് സറേ എന്നും വിളിക്കുന്നുണ്ട്. ഇറ്റാലിയൻ ക്ലാസിക്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്നത് ഒരു പരിധിവരെ ഇവരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പറയാൻ സാധിക്കും. ഫസ്റ്റ് മോഡേൺ പോയറ്റ്സ്, ഫാദർ ഓഫ് സോണറ്റ്സ് എന്നെല്ലാം ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇവരുടെ പോയംസ് ആൻഡ് സോണറ്റ്സ് എല്ലാം തന്നെ 1557 പബ്ലിഷ് ചെയ്ത ടോട്ടൽസ് മിസലേനി എന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കും. സോങ്സ് ആൻഡ് സോണറ്റ്സ് എന്നാണ് ടോട്ടൽസ് മിസലേനി എന്ന പുസ്തകത്തിൻ്റെ മറ്റൊരു പേര്. സോണറ്റ്സ് ആദ്യമായി ഇംഗ്ലണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വ്യാട്ടാണ്. പെട്രാർക്കൻ ഫോം ഓഫ് സോണറ്റാണ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇറ്റാലിയൻ ടേഴ്സ റെമ, ഒട്ടാവ റെമ, ഇതെല്ലാം ഇംഗ്ലണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വ്യാട്ടാണ്. വ്യാട്ടിൻ്റെ ഡിസൈപ്പിൾ ആയിരുന്നു ഹെൻറി ഹൊവാർഡ്. വ്യാട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സോണറ്റ് മോഡിഫൈ ചെയ്ത് ടിപ്പിക്കലി ഒരു ഇംഗ്ലീഷ് സോണറ്റ് ആക്കിയത് ഹെൻറി ഹൊവാർഡാണ്. ഹെൻറി ഹൊവാർഡ് മോഡിഫൈ ചെയ്ത ഫോം കൂടുതൽ എക്സ്പ്രസീവ് ആയിരുന്നു. പെട്രാർക്കൻ ഫോം കൂടുതൽ ഇംപ്രസീവ് ആയിരുന്നെങ്കിൽ ഹൊവാർഡ് മോഡിഫൈ ചെയ്ത ഫോം കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിരുന്നു. ഷേക്സ്പിയർ ഈ മോഡിഫൈഡ് ഇംഗ്ലീഷ് സോണറ്റാണ് ഫോളോ ചെയ്തിരുന്നത്. ഇംഗ്ലീഷ് പോയട്രിയിലേക്ക് ബ്ലാങ്ക് വേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഹെൻറി ഹൊവാർഡാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പോപ്പുലറായിരുന്ന മറ്റൊരു ജോണർ ഓഫ് ലിറ്ററേച്ചറാണ് ബാലഡ് ലിറ്ററേച്ചർ. അതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത് അന്ന് പോപ്പുലറായിരുന്ന റോബിൻ ഹുഡ് സൈക്കിളാണ്. പൊയറ്റിക്കലി ബാരൻ പീരീഡ് ആയിരുന്നെങ്കിലും സോങ്സ്, കാരൽസ്, ബാലഡ്സ് എല്ലാം വളരെയധികം പോപ്പുലറായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. ഇവയെല്ലാം കളക്ട് ചെയ്ത റിലിക്സ് ഓഫ് ഏൻഷ്യൻ പോയട്രി എന്ന പേരിൽ തോമസ് പേഴ്സി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമുക്ക് പ്രോസ് നോക്കാം. പ്രിൻറ്റിംഗ് പ്രസ് വന്നത് പ്രോസ് വർക്കിൻ്റെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം സഹായിച്ചിരുന്നു. അന്നത്തെ ഒരു മേജർ പ്രോസ് റൈറ്ററാണ് റെജിനൽഡ് പീകോക്ക്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കൂടുതലും റിലീജിയസ് ആയിരുന്നു. വളരെ പോപ്പുലർ ആയിരുന്ന ഒരു റൈറ്ററായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം കോൺട്രവേഴ്സ്യൽ ടോപ്പിക്സ് ആയിരുന്നു കൂടുതലും അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും പോപ്പുലർ ആവാനും കാരണം. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ആർഗ്യുമെൻറ്റേറ്റീവ് സ്റ്റൈലായിരുന്നു. മേജർ വർക്ക്സ് എന്ന് പറയുന്നത് റിപ്രസർ ഓഫ് ഓവർ മച്ച് ബ്ലെയിമിങ് ഓഫ് ദ ക്ലർജി, അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് ഫെയ്ത്ത് തുടങ്ങിയവയാണ്. നെക്സ്റ്റ് സർ ജോൺ ഫ്രോട്ടിസ്ക്. ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ലോയറാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൻ അബ്സല്യൂട്ട് ആൻഡ് ലിമിറ്റഡ് മൊണാർക്കി, ദ ഗവർണൻസ് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ്. അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ക്ലിയർ, ഈസി, സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് സ്റ്റൈലായിരുന്നു. ഏർലി പൊളിറ്റിക്കൽ പ്രോസിന് ഒരു ഉദാഹരണമാണ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സ്. നെക്സ്റ്റ് പാസ്റ്റ് ആൻഡ് ലെറ്റേഴ്സ്. 1422 മുതൽ 1509 വരെ പാസ്റ്റൺ ഫാമിലിയിൽ നടന്ന കറസ്പോണ്ടൻസ് ആണ് പാസ്റ്റ് ആൻഡ് ലെറ്റേഴ്സ്. അപ്പോൾ ഇംഗ്ലീഷ് ലൈഫിൻ്റെ ഒരു റിയലിസ്റ്റിക് പിക്ചർ ഈ ലെറ്റേഴ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എപ്പിസ്റ്റോളറി പ്രോസിനൊരു മെയിൻ എക്സാമ്പിളാണ് ഈ ഒരു
past and letters. Next, റോജർ എസ്കാം. അദ്ദേഹം ഒരു ഫേമസ് ക്ലാസിക്കൽ സ്കോളറാണ്. മേജർ വർക്ക് എന്ന് പറയുന്നത് ടോക്സ് ഓഫ് ഫിലിസ്, റിട്ടൺ ഇൻ 1545. സ്കൂൾ ഓഫ് ഷൂട്ടിംഗ്, അതുപോലെ ലവർ ഓഫ് ബോ എന്നൊക്കെ ഈ ഒരു വർക്ക് അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ആർച്ചറിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ബുക്കാണിത്. ഡയലോഗ് ഫോമിലാണ് ഈ ഒരു വർക്ക്, ഡയലോഗ് ബിറ്റ്വീൻ ടോക്സ് ഓഫ് ഫിലിസ് ആൻഡ് ഫിലോലോഗസ്. അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു വർക്കാണ് ദ സ്കൂൾ മാസ്റ്റർ, വിച്ച് ഇസ് പബ്ലിഷ്ഡ് posthumously in 1570. എഡ്യൂക്കേഷൻ, സൈക്കോളജി, പേഴ്സണാലിറ്റി ഇതിനൊക്കെ കുറിച്ചാണ് ഈ ഒരു വർക്കിൽ പറയുന്നത്. ലേഡി ജെയിൻ ഗ്രേ, ക്വീൻ മേരി, ക്വീൻ എലിസബത്ത് എന്നിവരുടെ ട്യൂട്ടറായിരുന്നു റോജർ എസ്കാം. നെക്സ്റ്റ്, ഇറാസ്മസ്. ഡച്ച് ക്രിസ്ത്യൻ ഹ്യൂമനിസ്റ്റ് ആയിരുന്നു ഇദ്ദേഹം. ഗ്രേറ്റസ്റ്റ് സ്കോളർ ഓഫ് റിനൈസൻസ്, അതുപോലെ പ്രിൻസ് ഓഫ് ദി ഹ്യൂമനിസ്റ്റ് എന്നൊക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇൻ പ്രൈസ് ഓഫ് ഫോളി. 1509 ലാറ്റിനിൽ എഴുതപ്പെട്ടൊരു എസ്സേ ആണിത്, ഒരു സെറ്റാറിക്കൽ വർക്കാണിത്. വൈസ് ആൻഡ് ക്രൂവൽറ്റി ഓഫ് കിങ്സ്, സെൽഫിഷ്നെസ് ആൻഡ് ഇഗ്നറൻസ് ഓഫ് ദ ക്ലർജി, സൂപ്പർസ്റ്റിഷൻസ്, ഫൂളിഷ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ, ഇവയൊക്കെ സെറ്ററൈസ് ചെയ്തുകൊണ്ടുള്ളൊരു വർക്കായിരുന്നു ഇൻ പ്രൈസ് ഓഫ് ഫോളി. ഇറ്റാലിയൻ ഹ്യൂമനിസ്റ്റായ ഫോസ്റ്റീനോ പെരിസോളി ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഇൻസ്പിരേഷൻ. ഈ വർക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1511. നെക്സ്റ്റ്, തോമസ് മൂർ. ലോയർ, ജഡ്ജ്, സോഷ്യൽ ഫിലോസഫർ, ഓഥർ, സ്റ്റേറ്റ്സ്മാൻ, റെനസൻസ് ഹ്യൂമനിസ്റ്റ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് ഇദ്ദേഹം. പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ, മാർട്ടിൻ ലൂതർ കിങ്, ജോൺ കാൽവിൻ, വില്യം ടിൻഡേൽ തുടങ്ങിയവരുടെ തിയോളജി ഇതിനെല്ലാം ഇദ്ദേഹം ഒപ്പോസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഹെൻറി 8th ചർച്ചിൻ്റെ സുപ്രീം ഹെഡായിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനോട് മൂർ യോജിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മൂറിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. റോബർട്ട് ബോൾട്ട് മൂറിനെ കുറിച്ചൊരു ബയോഗ്രഫിക്കൽ ഡ്രാമ ചെയ്തിട്ടുണ്ട്. എ മാൻ ഓഫ് ഓൾ സീസൺസ് എന്നൊരു മൂവി അഡാപ്റ്റേഷനും മൂറിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഉട്ടോപ്പിയ. ഉട്ടോപ്പിയ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ സെറ്റയറാണ്. 1516 ഇത് പബ്ലിഷ് ചെയ്തത് ലാറ്റിനിൽ. ഇറാസ്മസ് ഈ ബുക്കിൻ്റെ പബ്ലിക്കേഷന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സെയിൻറ്റ് ഓഗസ്റ്റിൻ്റെ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകത്തിൻ്റെ ഇൻഫ്ലുവൻസാണ് മൂറിൻ്റെ ഉട്ടോപ്പിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റാൽഫ് റോബിൻസൺ ആൻഡ് ഗിബർട്ട് ബേർണറ്റ് എന്നിവരാണ് ഈ വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. 1551 ഈ വർക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്. 2 പാർട്ടായിട്ടാണ് ഈ ഒരു വർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ഡയലോഗ് ഓഫ് കൗൺസിൽ ആൻഡ് രണ്ടാമത്തെ ഡിസ്കോഴ്സ് ഓൺ ഉട്ടോപ്പിയ. അൺഡിസ്കവേർഡ് ആയിട്ടുള്ളൊരു ഐലൻഡിലേക്ക് ഒരു വ്യക്തി നടത്തുന്ന യാത്രയാണ് ഈ ഒരു വർക്കിൽ കാണിക്കുന്നത്. ഒരു ഇമാജിനറി അല്ലെങ്കിൽ ഒരു മെയ്ഡപ്പ് വേൾഡ് ആദ്യമായി യൂസ് ചെയ്ത വ്യക്തിയാണ് തോമസ് മൂർ. നെക്സ്റ്റ്, വില്യം ടിൻഡേൽ. William Tyndale was influenced by Erasmus and Martin Luther. ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിലുള്ള ബൈബിൾ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ടിൻഡേലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ടെസ്റ്റമെൻറ്റ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് 1525. ഓൾഡ് ടെസ്റ്റമെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത് മൈൽസ് കവേർഡെയിലാണ്. 1535 ആണ് കംപ്ലീറ്റ് പ്രിൻറ്റഡ് ബൈബിൾ പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, തോമസ് മാലറി. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക് എന്ന് പറയുന്നത് ലേ മോഡ് ദി ആർതർ. ഒറിജിനൽ ടൈറ്റിൽ ദ വോൾ ബുക്ക് ഓഫ് കിങ് ആർതർ ആൻഡ് ദ നോബിൾ നൈറ്റ്സ് ടു ദ റൗണ്ട് ടേബിൾ എന്നാണ്. 1485 വില്യം കാക്സ്റ്റൺ ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. കാക്സ്റ്റൺ ആണ് ലേ മോഡ് ദി ആർതർ എന്ന ടൈറ്റിൽ കൊടുക്കുന്നത്. ആർതൂറിയൻ റൊമാൻസിൻ്റെ ഒരു കളക്ഷൻ ആണ് ഈ ഒരു വർക്ക്. ടെന്നീസിൻ്റെയും മാത്യു ആർണൽഡിൻ്റെയും സ്വൈൻബേണിൻ്റെയും ഒക്കെ പല വർക്കുകൾക്കും ഇൻസ്പിറേഷനായി മാറിയത് മാലറിയുടെ ഈ ഒരു വർക്കാണ്. ഷേക്സ്പിയർ വാസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ മാലറി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക്സ് ഫോർ ലിസണിങ്.